ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള ബിനു പുളിക്കക്കണ്ടെന്ന് പറഞ്ഞ് നമ്മളിപ്പം ചേരുകയാണ്. ചേട്ടാ, നിങ്ങൾ എടുത്തുകൊണ്ട് പോയെന്നാണ് ജോസ് പറയുന്നത്. അത് തികച്ചും അവാസ്തവം. എന്നെ അറിയുന്ന ആളുകൾ ആരും അത് വിശ്വസിക്കത്തില്ല. കഴിഞ്ഞ 20 വർഷമായി പാലാ നഗരസഭയിലെ ഒരു കൗൺസിലറാണ്. പാലാ ടൗണിൽ തന്നെ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ഒരാൾ. ഇത് രാഷ്ട്രീയ ഗൂഢാലോചന. എന്നെ ഈ കറുപ്പ് ഇടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ രാഷ്ട്രീയ നേതൃത്വമാണ് ഈ ആരോപണത്തിന് മുന്നിൽ. കാരണം ഞാൻ വർഷങ്ങളായി സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ്. ആപ്പിളിൻ്റെ ഫോൺ ഞാൻ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിലാക്കിയെടുത്തുള്ള ശരിയാണോ തെറ്റാണോ എന്നറിയത്തില്ല. ഇതൊരു ഫോണിലും പെയർ ആകത്തില്ലെന്ന്, ആപ്പിളിൻ്റെ ഫോണിൽ പെയർ ആകുള്ളൂ എന്നറിയുന്നു. ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങോട്ടാണ് പോക്ക് എന്ന് മനസ്സിലാക്കി ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഡിജിറ്റൽ തെളിവ്, അതാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. ഡിജിറ്റൽ തെളിവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു ഫോൺ, എൻ്റെ ഫോൺ എടുത്ത് താങ്കളുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരാളുടെ വീടിനടുത്ത് ആ ഫോണുമായിട്ട് ചെന്നാൽ ലൊക്കേഷൻ കാണിക്കുന്ന ആ വീടാണ്. അല്ലാതെ ഞാൻ ആ ഫോണിൽ നിന്ന് വിളിക്കുകയോ അത് എന്താണ് ഡിജിറ്റൽ തെളിവ്? അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഇന്ന് ഞാനൊരു കത്ത് കൊടുത്ത് ആ കത്ത് നിങ്ങളൊന്ന് വായിച്ച് നോക്കണം, നിങ്ങളൊന്ന് പബ്ലിഷ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നു ഡിജിറ്റൽ തെളിവ്. ഇപ്പോൾ ആ സാധനം പാലാ നഗരസഭയിലെ ആൻറ്റോ പടിഞ്ഞാറക്കര എന്ന് പറഞ്ഞ കൗൺസിലറുടെ വീട്ടിൽ ഉണ്ട് എന്ന് ഡിജിറ്റൽ തെളിവ് സഹിതം ഞാൻ കത്ത് കൊടുത്തു. ഇപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ച് ആ വീട് റെയ്ഡ് ചെയ്ത് ആ സാധനം കസ്റ്റഡിയിലെടുക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അവർ തയ്യാറാകുന്നില്ല? ഡിജിറ്റൽ തെളിവ് തന്നെ, ഈ പറയുന്ന ഡിജിറ്റൽ തെളിവ്. ഞാൻ പറഞ്ഞത് ആൻറ്റോ പടിഞ്ഞാറക്കരയുടെ വീട്ടിൽ സാധനം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ആൻറ്റോ പടിഞ്ഞാറക്കരയുടെ ലൊക്കേഷനാണ് ഇപ്പോൾ അത് കാണിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ പാലാ നഗരസഭയുടെ ഒരു കൗൺസിലറുടെ വീട് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്, ഒരു പ്രതിപക്ഷ വനിതാ കൗൺസിലറുടെ വീട് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്ഥാനം നടത്തുന്ന ഒരാളാണ്. ഒരു ഹോം സ്റ്റേയും ഒരു കൺവെൻഷൻ സെൻറ്റർ നടത്തുന്ന ആളാണ്. മിക്കവാറും എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരുന്നതാണ്. ഒരു കാറെ കൊണ്ടുവെക്കുകയോ ഡിജിറ്റൽ തെളിവ് ഞാൻ കണ്ടിട്ടില്ല. ഒരു തെളിവുണ്ടാക്കുന്നതിന് യാതൊരു പാടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആപ്പിൾ കമ്പനിയുമായിട്ട് ചോദിച്ചാൽ ആർക്കും ബോധ്യപ്പെടും. ഏതായാലും ജോസ് കെ മാണി തരംതാണ രാഷ്ട്രീയം ഇവിടെ കാണിച്ചു. രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് പറയുന്നത്. സംശയമില്ല, രാഷ്ട്രീയ ഗൂഢാലോചന. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവിടെ ഒരു ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോലും അദ്ദേഹം ഇവിടെ വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPMൻ്റെ ചെയർപേഴ്സൺ വന്നതിന് ശേഷം അദ്ദേഹം ഈ മുനിസിപ്പാലിറ്റിയുടെ പടി കണ്ടിട്ടില്ല. 33 വ്യക്തമായ തെളിവുകളുണ്ട് എന്നോട് അദ്ദേഹത്തിന് വിരോധം തോന്നാൻ. അന്നത്തെ ചെയർപേഴ്സൺ അദ്ദേഹം മരങ്ങാട്ടുപള്ളിക്കാരനാണ്, പാലാക്കാരനല്ല. ഈ സംഭവത്തോടു കൂടി പാലാ മുന്നണി മുനിസിപ്പൽ ഈ ഭരണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും? മുന്നണി ഭരണത്തിൽ ഇത് നമ്മളെ സംബന്ധിച്ച് 3-ാം തീയതി ചെയർമാൻ തെരഞ്ഞെടുപ്പാണ്. അതൊന്നും ഇതിനെ ബാധിക്കുന്ന വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ചട്ടുകമാക്കുകയാണ് ചെയ്തത്. ജോസ് ചീരാങ്കുഴി എന്ന കൗൺസിലർ, അദ്ദേഹത്തെപ്പറ്റി നിങ്ങളൊന്ന് അന്വേഷിക്കണം. നിരവധിയായ അനധികൃത അദ്ദേഹത്തിന് എന്നോട് വൈരാഗ്യമുള്ള കുറേ കാര്യങ്ങൾ സൂചിപ്പിക്കുക. പാലാ നഗരസഭയിലെ ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു സ്റ്റാഫും അദ്ദേഹവുമായി കണക്ഷനുണ്ട് എന്ന് വേറൊരു സ്റ്റാഫ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റാഫിനെ വധഭീഷണി മുഴക്കി, ഇവിടെ പരാതി കൊടുത്തു. അപ്പോൾ ഞാനും ചെയർപേഴ്സണും കൂടെ ഇടപെട്ട് 2 പേരെയും ക്വാർട്ടേഴ്സിൽ നിന്ന് സ്ഥലം മാറ്റി. അദ്ദേഹത്തിന് എന്നോട് തീരാത്ത പകയുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അനധികൃത കരിങ്കൽ ക്വാറികൾ, അദ്ദേഹം 8ഓളം സൈറ്റുകളാണ് ഇപ്പോൾ അനധികൃതമായി ഇവിടെ നടത്തുന്നത്. അത് നഗരസഭാ കൗൺസിലിൽ ഞാൻ ചോദ്യം ചെയ്തു. അങ്ങനെ നിരവധിയായ വ്യക്തിവിരോധം അദ്ദേഹത്തിന് എന്നോടുണ്ടോ. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ ഉപയോഗിക്കുക കൂടി ചെയ്തപ്പോൾ എന്നെ ഒരു വല്ലാത്ത രീതിയിൽ രാഷ്ട്രീയ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു അപവാദമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, പാലായിലെ ജനങ്ങൾ, എന്നെ അറിയുന്ന ഞാൻ അറിയുന്ന പാലായിലെ ജനങ്ങൾ 1% പോലും ഇത് വിശ്വസിക്കത്തില്ല. സേതു, എന്തായാലും ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് ഈ ബിനു പുളിക്കക്കണ്ടം മാതൃഭൂമി ന്യൂസിനൊപ്പം പറഞ്ഞിരിക്കുന്നത്? എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് നിലവിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് മറ്റൊരു കൗൺസിലറായ ആൻറ്റോ ജോസ് പടിഞ്ഞാറക്കരയുടെ വീട്ടിന് മുന്നിലാണ് എന്നാണ്. എന്തായാലും ഇതിൻ്റെ പ്രതികരണം കൂടി ചോദിക്കാം. ചേട്ടാ, ബിനു ഇപ്പം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ലൊക്കേഷൻ താങ്കളുടെ വീടിനാണ് എന്നാണ് പറയുന്നത്. ആണോ? എൻ്റെ വീട്ടാണ്, അറിയത്തില്ല. ഈ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നിരിക്കാം തൊട്ടടുത്ത്. അപ്പോൾ എന്നോടായിരിക്കും പുള്ളിക്ക് ഏറ്റവും താല്പര്യം, അതുകൊണ്ടായിരിക്കും വിട്ടത്. അതിന് ഞാൻ പുള്ളിയെ കുറ്റം അതെനിക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് സറണ്ടർ ചെയ്യാൻ പോയപ്പോൾ വീടിൻ്റെ അടുത്ത പോലീസ് സ്റ്റേഷൻ. എൻ്റെ വീടും പോലീസ് സ്റ്റേഷനും ഒരു മതിൽ വ്യത്യാസമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനോട്ട് പോകുന്ന വഴിക്കെങ്ങാനും അവിടെ പുള്ളി സറണ്ടർ ആകാൻ പോയപ്പോഴെങ്ങാനും സംഭവിച്ചതായിരിക്കും, കൈവിടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീട് ലൊക്കേഷനെങ്കിൽ നമുക്കൊന്നും അല്ല പോലീസ് സ്റ്റേഷനായിട്ട് വളരെ അടുത്തായുണ്ടാകും. ഇനിയുണ്ട് പുള്ളി പറയട്ടെ. അപ്പോൾ പുള്ളി ഇത്രയും വിദഗ്ധമായിട്ട് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി മനസ്സിലായില്ല. കുഴപ്പമില്ല. കാര്യം ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഭാഗമെന്നാണ് പുള്ളി ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അത് പുള്ളിയുടെ ആയിരിക്കും രാഷ്ട്രീയ ഗൂഢാലോചന. എനിക്ക് എൻ്റെ സാധനം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഡീറ്റെയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും. ഈ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും. ആ പുള്ളി ചുമ്മാ നുണ പറയുന്നതാണ്. ഞാൻ കണ്ട കാലം മുതൽ ഈ പുള്ളി നുണ മാത്രമേ പറയുള്ളൂ.
അതാ അതിൻ്റെ അകത്തെ ഒന്നാമത്തെ തെളിവ്. ഇനി ഞാൻ പറയുന്നത് നോക്കണ്ട, ഈ കൂട്ടത്തിൽ ഇത്രയും കൗൺസിലർമാരുണ്ട്, ആരോട് വേണേലും ചോദിച്ചു, അവർ പറഞ്ഞു തരും പുള്ളി എന്താണ് ചെയ്യുന്നത്, നുണയാണോ നേരാണോ പറയുന്നത്. എൻ്റെ ഒരു സാധനം അടിച്ചുകൊണ്ട് പോയതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. പുള്ളി ട്രെയിനെ തിരുവനന്തപുരത്തിന് പോയത് വരെയുള്ളത് ഞാൻ കാണിക്കാം. അതനുസരിച്ച് പുള്ളിയുടെ ഫോൺ നമ്പർ പോകുന്നുണ്ടോ എന്ന് ട്രേസ് ചെയ്താൽ കിട്ടാനുള്ള കേസേ ഉള്ളൂ. ഇതിൻ്റെ തെളിവ് പോലീസുകാർക്ക് കിട്ടും. ചേട്ടന് ഉയർത്തിക്കുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും ഇല്ല, അതെനിക്ക് പുള്ളിയുടെ ഫോണിൽ ഈ എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? വേറെ ആളുടെ എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ, ആ ലൊക്കേഷൻ പുള്ളിയോട് കാണിക്കാൻ പറഞ്ഞാൽ മതി. എൻ്റെ വീടിരിക്കുന്ന ലൊക്കേഷൻ പുള്ളിയുടെ ഫോണിൽ കാണിക്കാൻ പറഞ്ഞു. എനിക്ക് അത് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനോട്ട് ഇനി പുള്ളി വല്ല സറണ്ടർ ചെയ്യാൻ പോകുന്ന വഴിക്കെങ്ങാനും തോന്നിയില്ല, അതേ വന്നപ്പോഴെങ്ങാനും വീട്ടിലോട്ട് ഇനി വന്ന് പുറത്തേക്കായിട്ടോ വരത്തില്ല. അല്ലാതെ എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ വീട്ടോട്ട് അല്ല, എന്നോട് താല്പര്യം കൊണ്ടായിരിക്കും എൻ്റെ വീട്ടോട്ട് തന്നെ പോകുന്നത്. ഞാൻ മറ്റുള്ള വേറെ വീടുകളാണ് പ്രതീക്ഷിച്ചത് പുള്ളി വരുന്നത്. പക്ഷേ ഇങ്ങോട്ട് തന്നെ വന്നതിൽ എനിക്ക് അതിനകത്ത് ഇവിടെ യാതൊരു വിധവും ഇല്ല. ഇവിടെ സ്വയം വെച്ചത് ചെയ്യും, അതിനകത്ത് കുഴപ്പമില്ല എനിക്ക്. സേതു എപ്പോഴും കൗതുകങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളൊരു നഗരസഭയാണ് പാലാ നഗരസഭ. നേരത്തെ പകിടകളിയുടെ കാര്യത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ചേട്ടാ, കുറേ കാലം ഈ ഒരു 2-3 ആഴ്ചയായിട്ട് ആട്ടുകാർ ചോദിച്ചുകൊണ്ടിരുന്നത് സാധനം കിട്ടിയോ അവസാനം സാധനം കിട്ടിയില്ല. പക്ഷേ ആളെ എടുത്തിട്ടുള്ള ആളെന്നൊരു ആരോപണം അതിനകത്ത് എന്നറിയോ, നമ്മളെ സംബന്ധിച്ചുള്ള ഇന്നത്തെ ഒരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം ജോസൂട്ടനാണ് പരാതിക്കാരൻ. ഞാൻ നിങ്ങളോട് കുറച്ച് മുന്നേ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഗുണവും ദോഷവും ജോസൂട്ടനാണ് പരാതിക്കാരൻ. പുള്ളിയുടെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു ഉപകരണമാണ് പോയിരിക്കുന്നത്. പുള്ളിയുടെയാണ് പരാതി. പുള്ളി അസന്നിഗ്ധമായിട്ട് പാലാ നഗരസഭ കൗൺസിലിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ജോസ് ചിരാങ്കുഴി പറഞ്ഞിരിക്കുന്നത് വിനു പുളിക്കക്കണ്ടം എടുത്തുന്നത്. അതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു കട്ട വസ്തു, പ്രത്യേകിച്ച് മദർ ഡിവൈസ് ജോസൂട്ടൻ ചിരാങ്കുഴി ഇരിക്കുമ്പം ഈ സാധനം കട്ടുകൊണ്ട് ആദ്യം പോയി ബെഡ്റൂമിനകത്തിരിക്കുന്നതിൻ്റെ ലൊക്കേഷൻ ടവർ കൃത്യമായിട്ട് ഫോട്ടോ സഹിതം നിങ്ങളെ കാണിച്ചെങ്കിൽ, ഇപ്പോൾ ആൻറ്റോ പടിഞ്ഞാറക്കരയുടെ വീടെന്ന് പറഞ്ഞു, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ഈ മൈക്കും അടിച്ചുകൊണ്ട് പോയി എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ നിങ്ങൾക്കിത് ട്രാപ്പ് ചെയ്ത് എൻ്റെ വീട് കാണിച്ചാൽ പിന്നെ ഇത് ഞാൻ പിന്നെ ആറ്റിക്കളഞ്ഞാലോ ഉഗാണ്ടയ്ക്ക് പോയാലോ, ഇനിയും ഇപ്പോൾ മാഞ്ചസ്റ്ററിലാണ് ഈ സാധനം എന്ന് പറയുന്നു. അതൊക്കെ ഇത് സംഭവിക്കും. കാരണം ഇത് പിടിക്കപ്പെടുമെന്ന് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തെ സംഗതി ലണ്ടനിൽ പോയാൽ പിടിക്കാറുന്നത് സംഭവിച്ചത് തന്നെ. അതായത് സാംസങ് ഫോണുമായിട്ടാണ് ആദ്യം കണക്ട് ചെയ്തത്. അപ്പോൾ നമുക്കിത് ട്രാക്കിംഗ് ഇല്ലായിരുന്നു. ലണ്ടനിൽ ചെന്ന ആൾ സേഫായിട്ട് ആപ്പിളുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ യുവർ ഫോൺ കണക്റ്റഡ് വിത്ത് ഡിവൈസ് എന്നൊരു സാധനം കാണിച്ചപ്പം സംഗതി ഇവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, പിടികിട്ടി. അതുകൊണ്ട് മാഞ്ചസ്റ്ററിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിന് ആൻറ്റോ പടിഞ്ഞാറക്കരയുടെ വീടിനൊക്കെ പറഞ്ഞാൽ എന്തൊരു ബാലിശമാണ്. കാരണം നമ്മളിത് ഇന്നൊരു തീരുമാനം ഇതിൻ്റെ പേരിലുണ്ടായി. അതിനകത്ത് ഞങ്ങളെല്ലാം കുറ്റവിമുക്തരായി. ജോസൂട്ടൻ ഒരാളുടെ പേര് പറഞ്ഞു. അതിനെ ഫോക്കസ് ചെയ്ത് പോലീസും നിങ്ങളുടെ അന്വേഷണാത്മക ജേർണലിസ്റ്റും ഒക്കെ പുറകെ നടക്കുക, കണ്ടെത്തുക. ഞങ്ങളെയൊക്കെ ഒന്ന് ഊരി തന്നതിൽ വലിയ സന്തോഷം. എന്നാലും നിങ്ങളുടെ ചാനലുകാരൊക്കെ എല്ലാം 2-3 ദിവസം മൂപ്പിച്ചുകൊണ്ടാണ് ഇന്നെങ്കിലും ഇത് വന്നത്. ഓക്കെ സേതു, എന്തായാലും ഒരാഴ്ചയോളം നീണ്ട അന്വേഷണത്തിനും ആരോപണങ്ങൾക്കുമൊക്കെ മറുപടിയായിട്ടാണ് ഇപ്പോൾ പാലാ നഗരസഭയിലെ എയർപോർട്ട് എടുത്തുകൊണ്ടുപോയ ആൾ ആരാണ് എന്ന് ഇപ്പോൾ മുന്നോട്ട് ഒരു ആരോപണമായി പുറത്തു വന്നിരിക്കുന്നത്. ഇടത് കൗൺസിലർ കൂടിയായ ബിനു പുളിക്കക്കണ്ടം ഇത്തരത്തിൽ എയർപോർട്ട് എടുത്തുകൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എന്തായാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു നഗരസഭയിലാണ് ഇത്തരത്തിൽ ഒരു കൗൺസിലറുടെ എയർപോർട്ട് മോഷണമൊക്കെ ചർച്ച ചെയ്യേണ്ടി വന്നത് എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.